ഹായ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അത് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ മാത്രമല്ല കേട്ടോ. നമ്മളെ എപ്പോഴും താത്തിക്കെട്ടാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം, നമ്മളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താം, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ കുറ്റപ്പെടുത്താം. ഇതെല്ലാം ടോക്സിക്കാണ്. അത് ചിലപ്പോൾ ഫ്രണ്ട്സിൽ നിന്നാവാം, അത് റിലേറ്റീവ്സിൽ നിന്നാവാം, സ്വന്തം അച്ഛൻ അമ്മയിൽ നിന്നാവാം. ഇതെല്ലാം ടോക്സിക്കാണ്. നമ്മളുടെ മനസ്സിനെ വിഷമപ്പെടുത്തുന്ന എല്ലാ റിലേഷൻ ടോക്സിക് ആണെന്നേ പറയാൻ പറ്റത്തില്ല. അത് ഈ പറഞ്ഞ ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടുന്നത്, അല്ലേ? എത്രയോ ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുണ്ടാവും. അത് പറയത്തില്ല കുറേ ആൾക്കാരൊക്കെ തുറന്ന്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എപ്പോഴും മാറിപ്പോവുക. കാരണം അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ല. അനുഭവമാണ് പറയണത്. ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ മാറി താമസിക്കണം, മാറി ചിന്തിക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ കുറ്റവും നമ്മുടെ കുറവും നമ്മുടെ ചീത്തവശങ്ങൾ കേട്ടിട്ട് മടുക്കും. മാറി താമസിക്കാൻ നോക്കണം. കാരണം മാറത്തില്ല അവരൊന്നും. ഇപ്പം എപ്പോഴും ഒരു ഭാര്യയും ഭർത്താവിന് ഡിവോഴ്സ് എന്ന ഓപ്ഷൻ ഉള്ള കാരണം അതിനെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മളത് സഹിച്ച് 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 കുറേ നാൾ ജീവിക്കും. എത്ര നാളെന്ന് ജീവിക്കും? അത് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് മാറിപ്പോണെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതം. അല്ലാതെ ഇതിന് വേറെ ഒരു വഴിയില്ല. ആരുടെയും കാൽക്കല്ലിൽ ജീവിക്കേണ്ട ജീവിതമാണോ നമ്മളുടേതൊക്കെ? അല്ലല്ലോ. അല്ല. മാറണം എത്രയും പെട്ടെന്ന്.